ഓക്കെ, ഇലുമിനേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ ബേസിക് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. മെഷർമെൻറ്റ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത 2 ലോസ് ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് പോളാർ കർവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. ഫസ്റ്റ് ബേസിക് ഡെഫിനിഷൻ, ലൈറ്റ് എന്താണ്? ലൈറ്റ് ഒരു റേഡിയൻ്റ് എനർജിയാണ്, ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ വിഷ്വൽ എഫക്റ്റ്, നമ്മുടെ ഹ്യൂമൻ ഐയിൽ ഒരു വിഷ്വലിൻ്റെ സെൻസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലൂമിനൻസ് ഇൻറ്റൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ I ആണ്. ഇറ്റ് ഈസ് ദ പവർ ഓർ സ്ട്രെങ്ത് ഓഫ് ദി സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് ലൂമിനൻസ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ക്യാൻഡിൽ. നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന ഡെഫിനിഷൻസ് തന്നെയാണ്. ഒന്നുകൂടെ നമ്മൾ അതൊന്ന് ഓർത്തെടുക്കുകയാണ്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ബേസിക് ഡെഫിനിഷനകത്ത് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ട്, ആ നോട്ട്സിനകത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതാണ് ലൂമിനൻസ് ഫ്ലെക്സ്. ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ L. From the light source, the energy is radiated in the form of light waves. This flow of light from the source is known as luminous flux. ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ലൂമിനസ് ഫ്ലെക്സ്. അതിൻ്റെ യൂണിറ്റ് ലൂമൻ ആണ്. ഓക്കെ, ലൂമൻ എന്ന് പറയുന്നത് 1 lumen is the luminous flux emitted per unit solid angle. ഒരു യൂണിറ്റ് സോളിഡ് ആംഗിളിൽ ഉള്ള എമിറ്റ് ചെയ്യുന്ന ലൂമിനസ് ഫ്ലെക്സ് ഫ്രം എ പോയിൻറ്റ് സോഴ്സ് ഓഫ് 1 candle പവറുള്ള ഒരു പോയിൻറ്റ് സോഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ലൂമിനസ് ഫ്ലെക്സ്. അത് ഒരു സോളിഡ് ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് 1 lumen എന്ന് പറയുന്നത്. ഇലൂമിനൻസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ E ആണ്. നമ്മൾ ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സോഴ്സിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത് ഇലൂമിനേറ്റ് ചെയ്യും, സർഫസിൽ തട്ടി ഇലൂമിനേറ്റ് ചെയ്യുന്നു. ആ എമൗണ്ട് ഓഫ് ഫാളിംഗ് ഓഫ് ലൈറ്റ് ഓൺ എ സർഫസ് ഈസ് നോൺ ആസ് ഇലൂമിനൻസ്. ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ലക്സ്. Luminaires, that is the light fittings. It is the apparatus which distribute, filters or transform the light given by a lamp. It includes all items necessary for fixing and protecting lamps and for connecting them to supply circuit. നമ്മൾ ലൈറ്റ് ഫിറ്റിങ്സ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ലൂമിനേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ലൂമിനേഴ്സിനും പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ക്യാൻഡിൽ പവർ എന്ന് പറയുന്നത്? ക്യാൻഡിൽ പവർ, the number of lumens given out by a source per unit solid angle in a given direction is called candle power. ഓക്കെ, ഇത് നമ്മൾ ബേസിക് ഡെഫിനിഷനകത്തുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് MHCP, MSCP, MHSCP എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ MHCP എന്ന് പറയുമ്പം അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മീൻ ഹൊറിസോണ്ടൽ ക്യാൻഡിൽ പവർ ആണ്. It is known as the mean of the candle power in all directions in the horizontal plane containing a source of light. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനകത്തുള്ള ക്യാൻഡിൽ പവറിൻ്റെ മീനെ വിളിക്കുന്നവരാണ് മീൻ ഹൊറിസോണ്ടൽ ക്യാൻഡിൽ പവർ എന്ന് പറയുന്നത്. ഡീറ്റെയിലായിട്ട് നമുക്ക് നോക്കാണ്ട് പോളാർ കർവ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, MCP അതായത് മീൻ സ്പെറിക്കൽ ക്യാൻഡിൽ പവർ. എന്ന് പറയുന്നത് എന്താണ്? ലൂമിനൻസ് ഇൻറ്റൻസിറ്റി ഓർ ക്യാൻഡിൽ പവർ ഓഫ് എ സോഴ്സ് is different in different directions. The average candle power of source is the average value of its candle power in all directions. ഒരു സ്പെറിക്കൽ ഷേപ്പിനകത്ത് എടുക്കുക, ഒരു സ്പെറിക്കൽ ഷേപ്പിൽ വരുന്ന ആവറേജ് ക്യാൻഡിൽ പവേഴ്സിനെ വിളിക്കുന്ന പേരാണ് മീൻ സ്പെറിക്കൽ ക്യാൻഡിൽ പവർ. അതാണ് MSCP, മീൻ സ്പെറിക്കൽ ക്യാൻഡിൽ പവർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലെക്സ് ഇൻ ലൂമൻസ് ഡിവൈഡഡ് ബൈ 4π. ഇനി അടുത്തതാണ് മീൻ ഹെമിസ്പെറിക്കൽ ക്യാൻഡിൽ പവർ. MHSCP. അത് ഹെമിസ്പെറിക്കൽ, ഒരു സ്ഫിയറിൻ്റെ ഫുള്ളില്ല, ഹെമിസ്പെറിക്കലാണ്. അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ വരുന്ന MHCP ഈക്വൽ ടു ഫ്ലെക്സ് എമിറ്റഡ് ഇൻ ഹെമിസ്ഫിയർ ഡിവൈഡഡ് ബൈ 2π. The average of the candle power taken in a hemisphere, then it is the average, then it is known as mean hemispherical candle power. Next is the laws related to illumination. First law is inverse square law. It's a simple law. It says that the illumination of a surface is directly proportional to the luminance intensity, that is I. E is proportional to I, and inversely proportional to the square of the distance between the source and the illuminated surface. The square of the distance between source and illuminated surface, that is R square. Okay,
E directly proportional to I and E is inversely proportional to R square, that E is proportional 1 by R square. So നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? E is equal to I by R square. E is equal to I by R square, where I is the luminance intensity, E is the illumination of the surface, R is the distance between the source and the surface to be illuminated. Illuminate ചെയ്യുന്ന സർഫസും സോഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. So E is equal to I by R square. E is equal to I by R square. This is true or applicable only when the surface to be illuminated is placed normal to the direction of light beam. ലൈറ്റ് ബീമിന് നോർമലായിട്ടാണ് ഇലുമിനേറ്റഡ് സർഫസ് എങ്കിലാണ് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, ഇനിയിപ്പം നോർമലായിട്ടല്ല, ചെറിയൊരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംബേർട്ട്സ് കൊസൈൻ ലോ. ഓക്കെ, അത് നമുക്ക് നോക്കാം. വെൻ എ പ്ലെയിൻ ടു ബി ഇലുമിനേറ്റഡ് മേ not be normal to the direction of luminous flux and is inclined by an angle theta, where theta is the angle between the line of flux and normal to be illuminated plane. Okay, അത് നമ്മൾ ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ആംഗിളിലായിരിക്കും ലൈറ്റ് വന്ന് വീഴുന്നത്. ഓക്കെ, ഇനി ലോ എന്താണെന്ന് നോക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the illumination on a surface is proportional to the illumination of a surface, that is E is proportional to the cosine of the angle between the normal to the surface and the line of flux. അപ്പോൾ കൊസൈൻ ഐ കോസ് തീറ്റ എന്നായി. നേരത്തെ പറഞ്ഞ ലോ ഇൻവേഴ്സ് സ്ക്വയർ ലൈൻ ഈസ് പ്രൊപ്പോർഷൻ ടു ഐ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താ ഈസ് പ്രൊപ്പോർഷൻ ടു ഐ കോസ് തീറ്റ എന്നായി. ഓക്കെ, ഈസ് പ്രൊപ്പോർഷൻ ഐ കോസ് തീറ്റ ആണ്. ബാക്കി ടൈം സെയിം തന്നെയാണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ആർ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the illumination on the surface is directly proportional to the cosine of the angle between the normal to the surface and the line of flux and also to the power of source. അപ്പോൾ ആംഗിളും കൂടെ വരുന്നതുകൊണ്ടാണ് ഒരു ഇൻക്ലിനേഷൻ വരുന്നുണ്ട്. സോ ഈസ് പ്രൊപ്പോർഷൻ ടു ഐ കോസ് തീറ്റ ആൻഡ് ഈസ് പ്രൊപ്പോർഷൻ 1 by R square. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു ഐ കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് കൊടുത്തിരിക്കുക. ഇൻ ഇൻവേഴ്സ് സ്ക്വയർ ലാ ഈസ് ഈക്വൽ ടു ഐ ബൈ ആർ സ്ക്വയർ. ഇത് നോർമലായിട്ട് തന്നെയാണെങ്കിൽ, ഇനിയിപ്പോൾ ഇൻക്ലിനേഷൻ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ലാംബേർട്ട്സ് കൊസൈൻ ലോയിലേക്ക് പോകും. ഈസ് ഈക്വൽ ടു ഐ കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ ലോ ആപ്ലിക്കബിൾ ആവുന്ന പോയിൻറ്റ് സോഴ്സിലായിരിക്കും. പോയിൻറ്റ് സോഴ്സ് ആണെങ്കിലാണ് ഈ ലോ ആപ്ലിക്കബിളായിട്ട് വരുന്നത്. ഓക്കെ, നമ്മളെ ഫിഗർ ഉണ്ട്. പോയിൻറ്റ് സോഴ്സ്, ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പോയിൻറ്റ് സോഴ്സിൽ നിന്നുള്ള ഈ ഒരു ഫിഗർ, ആ ഡിസ്റ്റൻസ് 6 ഇതെല്ലാം വെച്ചിട്ട് ഈ ഫിഗർ വെച്ചാണ് നമ്മൾ ലോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത് പോകുന്നത് പോളാർ കർവ്സിലേക്കാണ്. എന്താണ് പോളാർ കർവ് എന്ന് പറയുന്നത്? ദേ ആർ ദ പ്ലോട്ട് ഡ്രോൺ ബിറ്റ്വീൻ ദി ക്യാൻഡിൽ പവർ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ദേ ആർ ദി പ്ലോട്ട് ഡ്രോൺ ബിറ്റ്വീൻ ദി ക്യാൻഡിൽ പവർ ആൻഡ് ആംഗുലാർ പൊസിഷൻ. ഓക്കെ, ക്യാൻഡിൽ പവറും ആംഗുലാർ പൊസിഷനും തമ്മിലുള്ളൊരു പ്ലോട്ടാണ്. ഓക്കെ, the light intensity is not same in all direction in most of the lamps because they are unsymmetrical in shape. The luminance intensity in all direction can be represented by polar curves. They help to find distribution of candle power, that is light in different direction. നമുക്ക് അറിയാം, നമ്മളെ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് എല്ലാ ഡയറക്ഷനും ഒരേ കണക്ക് പോകണമെന്നില്ല, ബിക്കോസ് ഓഫ് അതിൻ്റെ ഒരു ഡയറക്ഷനും കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, ഇതിനെല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പോളാർ കർവ്സ് വെച്ചിട്ടാണ്. ഓക്കെ, പോളാർ കർവ്സ് വെച്ചിട്ടാണ്. ആ പോളാർ കർവ് എന്തെന്നാണ് ആദ്യം പറഞ്ഞത്? പ്ലോട്ട് ഡ്രോൺ ബിറ്റ്വീൻ ക്യാൻഡിൽ പവർ ആൻഡ് ആംഗുലാർ പൊസിഷൻ. ഒരു പൊസിഷൻ അനുസരിച്ച് ആ ക്യാൻഡിൽ പവർ വരയ്ക്കുന്നതാണ്. ഓക്കെ, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ പോളാർ കർവും ഉണ്ട്, വെർട്ടിക്കൽ പോളാർ കർവ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പോളാർ കർവ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ പോളാർ കർവ്. ഓക്കെ, ഹൊറിസോണ്ടൽ പോളാർ കർവിൻ്റെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം 90 ഡിഗ്രിയുടെ അവിടെ ഒരു ചെറിയ ഡിപ്പുണ്ട്, ഒരു ഡിപ്പ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഹൊറിസോണ്ടൽ പോളാർ കർവ്. ഇറ്റ് കർവ് ഡ്രോൺ ഷോയിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാൻഡിൽ പവർ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സോഴ്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉള്ള ക്യാൻഡിൽ പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കാണിക്കുന്നത്. എന്തുമായിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിൻ എബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ പോളാർ കർവ് എന്തെന്ന് എഴുതുക, ഹൊറിസോണ്ടൽ പോളാർ കർവ്സ് എഴുതുക, ഈ ഫിഗർ വരയ്ക്കുക, ഈ രണ്ട് ഫിഗറും വരയ്ക്കുക. എന്നിട്ട് 90 ഡിഗ്രിയുടെ ഡിപ്പ് എന്തുകൊണ്ടാണ്? ദ ഡിപ്പ് അറ്റ് 90 ഡിഗ്രി ഈസ് ഡ്യൂ ടു ദ കോയിൽ ഫിലമെൻറ്റ് ഓക്കുപ്പൈങ് ആൻ ആർക്ക് സബ്സ്റ്റെൻഡിങ് ആൻ ആംഗിൾ ലെസ് ദാൻ 360 ഡിഗ്രി.
ഓക്കെ, നമ്മളവിടെ ഉണ്ടാകുന്നൊരു നമ്മൾ എല്ലായിടയ്ക്കും പ്രോപ്പറായിട്ടായിരിക്കത്തില്ല ലൈറ്റ് വരുന്നത്. ഇപ്പം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഫിലമെൻ്റെയും ആ കൂവിൻ്റെയും കാര്യങ്ങളിലിട്ട് അവിടെ ഒരു ആർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കവിടെ ഒരു ലെസ്സായിട്ട് ഒരു ഡിപ്പ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു ഇതാണ് അവിടെ 90 ഡിഗ്രിയിൽ കാണുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന നേരം നമുക്കത് കിട്ടുന്നതാണ്. ഓക്കെ, അത് കർവ് നമ്മൾ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 90 ഡിഗ്രിയിലാണ് ഡിപ്പ് ഉള്ളത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതായത് ഇൻ ഹൊറിസോണ്ടൽ പോളാർ കർവിൽ. ഇനി നമ്മൾ വെർട്ടിക്കൽ പോളാർ കർവിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ആ ഡിപ്പ് വരുന്നത് 180 ഡിഗ്രിയിലാണ്. ഓക്കെ, ഇൻ വെർട്ടിക്കൽ polar curves. It is a plot drawn showing the relation between the candle power and the angle of illumination on a vertical plane passing through the lamp. ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ പോളാർ കർവ് ആയപ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരുന്നു. ക്യാൻഡിൽ ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഓക്കെ, പാസിംഗ് ത്രൂ ദി ലാമ്പ്. ഇവിടെ 180 ഡിഗ്രിയിലാണ് ഡിപ്പ് ഉള്ളത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ദ ലാമ്പ് ഹോൾഡർ. നമ്മൾ ആ ലാമ്പ് ഹോൾഡറിൻ്റെ പൊസിഷൻ അനുസരിച്ച് അവിടെ ഒരു ഡിപ്പ് ഉണ്ടാകുന്നത്. അത് 180 ഡിഗ്രിയിലാണ് ഉള്ളത്. ഓക്കെ, ഇത് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫിഗർ വരച്ച് ചെയ്യണം. ഓക്കെ, അതാണ് പോളാർ കർവ്സ്. രണ്ട് ടൈപ്പ്: ഹൊറിസോണ്ടൽ പോളാർ കർവ് ആൻഡ് വെർട്ടിക്കൽ പോളാർ കർവ്. ഇനി പോളാർ കർവ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ MHCP മീൻ ഹൊറിസോണ്ടൽ ക്യാൻഡിൽ പവറും മീൻ സ്പെറിക്കൽ ക്യാൻഡിൽ പവറും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോളാർ കർവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ MHCP ഡിറ്റർമൈൻഡ് ഫ്രം ഹൊറിസോണ്ടൽ പോളാർ കർവ്സ് എന്നും MSCP മീൻ സ്പെറിക്കൽ ക്യാൻഡിൽ പവർ ഡിറൈവ് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ പോളാർ കർവ്സ് എന്നുമാണ്. ഓക്കെ, ബൈ റോഷിയസ് കൺസ്ട്രക്ഷൻ ഡയഗ്രാം അത് വെച്ചിട്ടാണ് നമ്മൾ MSCP ഡിറൈവ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ആക്ച്വൽ ഇലൂമിനേഷൻ, ഒരു സർഫസുള്ള ആക്ച്വൽ ഇലൂമിനേഷൻ നമുക്ക് ഈ പോളാർ കർവ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പോളാർ കർവ്സ് കൊണ്ടുള്ള യൂസേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ എന്താണെന്നാണ് ഉള്ളത്. കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ദ ഹോൾ ലൈറ്റ് റേഡിയേറ്റർ, അതായത് നമ്മൾ വരുന്ന എല്ലാ ലൈറ്റും നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്കിംഗ് പ്ലെയിനിലോട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല. ഒരു സോഴ്സിന് വരുന്ന ഫുൾ ലൈറ്റ് നമുക്ക് എത്തണമെന്നില്ല. ഓക്കെ, അതിനെപ്പറ്റി പറയുന്നൊരു ഫാക്ടറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. The whole light radiated by lamps does not reach the working plane. The ratio of lumens reaching the working plane to the total lumens given out by the lamp or lamps is known as utilization factor or coefficient of utilization. Okay, അതൊരു റേഷ്യോ ആണ്. റേഷ്യോ ഇതിൻ്റെയൊക്കെ തമ്മിലുള്ളതാണ്. റേഷ്യോ ഓഫ് ലൂമൻസ് റീച്ചിങ് ദ വർക്ക് പ്ലെയിൻ, വർക്ക് പ്ലെയിനിലെത്തുന്ന ലൂമനും ടോട്ടൽ ലൂമൻ ഗിവൺ ഔട്ട് ബൈ ദി ലാമ്പ്. അപ്പോൾ വർക്ക് പ്ലെയിനിലെത്തുന്ന നമ്മൾ ലാമ്പിൽ നിന്ന് വരുന്നത് നമ്മളുള്ള ലൂമൻസിൻ്റെ ആ ഒരു റേഷ്യോ വിളിക്കുന്നവരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഓർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഹയർ ദ വാല്യൂ ഓഫ് യൂട്ടിലൈസേഷൻ ഫാക്ടർ മോർ ലൂമൻ വിൽ ബി റീച്ച് വർക്കിംഗ് പ്ലെയിൻ. യൂട്ടിലൈസേഷൻ ഫാക്ടർ കൂടിയിരിക്കുകയാണെങ്കിലാണ് വർക്കിംഗ് പ്ലെയിനിലേക്ക് കൂടുതലായിട്ടുള്ള ലൂമൻ എത്തുന്നത്. ഓക്കെ, ഇനി യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മൗണ്ടിങ് ഹൈറ്റ് ഓഫ് ദി ലാമ്പ്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഫാക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മൗണ്ടിങ് ഹൈറ്റ്. നമുക്കറിയാം നമ്മൾ ഹൈറ്റ് കൂടുമ്പോൾ നമുക്ക് വെട്ടം കുറയും. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോഴായാലും ലൈറ്റിൻ്റെ അടുത്തിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ വർക്കിംഗ് പ്ലേസിലേക്ക് കൂടുതൽ ലൈറ്റ് കിട്ടും. പക്ഷേ ആ ലൈറ്റിൻ്റെ കുറച്ചുകൂടെ ഹൈറ്റിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ആ ലൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ വർക്ക് പ്ലെയിനിലേക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ് വൺ ഏരിയ ടു ബി ഇലൂമിനേറ്റഡ്. ആ ഇലൂമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ്. ഏത് ടൈപ്പ് ലൈറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ? അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ കളേഴ്സ് ഓഫ് സറൗണ്ടിങ്സ്. ഓക്കെ, കളേഴ്സ് ഓഫ് സറൗണ്ടിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂട്ടിലൈസേഷൻ ഫാക്ടറിനെ അഥവാ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. MHCP എന്താണ്, MSCP എന്താണ്, MHSCP മീൻ ഹൊറിസോണ്ടൽ ക്യാൻഡിൽ പവർ, മീൻ സ്പെറിക്കൽ ക്യാൻഡിൽ പവർ, മീൻ ഹെമിസ്പെറിക്കൽ ക്യാൻഡിൽ പവർ, ആ കാര്യങ്ങൾ നോക്കി. ലോസ് ഓഫ് ഇലൂമിനേഷൻ, ദാറ്റ് ഈസ് ഇൻവേഴ്സ് സ്ക്വയർ ആൻഡ് ലാംബർട്ട്സ് കൊസൈൻ ലോ, അത് നോക്കി. കൺസെപ്റ്റ് ഓഫ് പോളാർ കർവ്സ്, എന്താണ് പോളാർ കർവ്സ് എന്ന് പറയുന്നത് നോക്കി. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയ കോഎഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ എന്താ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. ഓക്കെ, ഈ ഐഡിയ വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് നമ്മൾ PDF ആയിട്ടുള്ള നോട്ട്സ് കൂടെ വായിച്ച് നോക്കുക. ഓക്കെ,
ഇത് വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റുകൾ ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ റെഫർ ചെയ്യുക.